സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കഴിഞ്ഞ മാസത്തെ ശമ്പളവും പെൻഷനും നൽകിക്കഴിയുമ്പോൾ കാലിയാകുമെന്ന് സൂചന. സംസ്ഥാന ഖജനാവിൽ മാർച്ച് അവസാന ദിനം 4000 കോടി രൂപ മിച്ചമെന്നും പദ്ധതി ചെലവ് ആകെ 100%മായെന്നുമുള്ള ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ അവകാശവാദം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ കബളിപ്പിക്കാനായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മന്ത്രിയുടെ നിയോജക മണ്ഡലമായ കൊട്ടാരക്കരയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആയിരുന്നു ഈ വെളിപ്പെടുത്തൽ. സാധാരണ ശമ്പള ബില്ലുകൾ 24 മുതൽ സമർപ്പിച്ച് 31 പാസാക്കുകയാണ് നടപ്പ് രീതി. എന്നാൽ മുൻ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാർച്ച് മാസ അവസാനം സമർപ്പിച്ച ശമ്പള ബില്ലുകൾ മാസാവസാനം പാസാക്കി 31 സർക്കാർ ഖജനാവിലേക്ക് പിൻവലിച്ചു. 1 മുതൽ 3-ാം തീയതി വരെ ട്രഷറി അവധിയായതുകൊണ്ട് കുറച്ചു പേർക്ക് 4-ന് ശമ്പളം നൽകി. ട്രഷറിയിൽ മിച്ചമുണ്ടെന്ന് കാണിക്കാനായിരുന്നു ഈ നടപടി. സംസ്ഥാന സർവകലാശാലകളിലെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയും തനതു ഫണ്ടിലെ ബാക്കി തുകയും ശമ്പളം പാസാക്കിയ തുകയും ട്രഷറിയിൽ മിച്ചം തുകയായി വർദ്ധിപ്പിച്ചു കാണിച്ചായിരുന്നു മന്ത്രിയുടെ PR പണി. അതുകൊണ്ട് തന്നെ 6-ാം തീയതി വൈകിയാണ് ഏതാനും യൂണിവേഴ്സിറ്റികളിലെ ജീവനക്കാരുടെയും അർദ്ധ സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും ക്രെഡിറ്റ് ചെയ്തത്. സംസ്ഥാന ഖജനാവ് സുഭിക്ഷമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള സർക്കാരിന്റെ PR വർക്കിന്റെ ഭാഗമായിരുന്നു മന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് ആക്ഷേപം. വരുന്ന ദിവസങ്ങളിൽ ശമ്പളവും പെൻഷനും കൊടുത്ത് തീരുന്നതോടെ ഖജനാവ് കാലിയാകുമെന്ന് ഉറപ്പായി.